ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു മനുഷ്യൻ മരിച്ചാലും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ മരിക്കില്ല. മലയാളികളുടെ ചിരിയിലും കണ്ണീരിലും ഒരുപോലെ നിറഞ്ഞു നിന്ന സലീം കുമാർ ഇന്ന് നമ്മോടൊപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദവും അഭിനയവും ഓർമ്മകളും ഇന്നും ജീവിക്കുന്നു. ആ അതുല്യ കലാകാരന് ആദരാഞ്ജലികളോടെ ഞാൻ ഇന്നെൻ്റെ വീഡിയോ ആരംഭിക്കട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാർ ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ആ ബജറ്റിൽ 1 കോടി രൂപ സലീം കുമാറിന് സ്മാരകം പണിയാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചാണ്. ഇത് ജനങ്ങളുടെ നികുതി പണമാണ്. സലീം കുമാർ VD സതീശൻ സാറിൻ്റെ ഫ്രണ്ടായിരുന്നു, ഒരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. ഇലക്ഷൻ പ്രചരണ സമയത്ത് അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാര്യമൊക്കെ ശരിയാണ്. ഇനി അതിനുള്ളൊരു നന്ദി സൂചകമായിട്ടാണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു സ്മാരകം പണിയാനായിട്ട് ബജറ്റിൽ 1 കോടി രൂപ മാറ്റിവെച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൽ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പം മരിച്ചവർ മരിച്ചു. നമുക്കിനി ചെയ്യാൻ പറ്റിയത് ആ മരിച്ചവരുടെ ഓർമ്മയ്ക്കായി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. ഇന്ന് 1 കോടി രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം പല ബാങ്കുകളും പല റേറ്റാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം എങ്ങനെയാണെങ്കിലും ഒരു 6 ലക്ഷം രൂപയോളം ഒരു വർഷം പലിശ ഇനത്തിൽ വരും. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഈ എറണാകുളം ഡിസ്ട്രിക്റ്റ് ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ പക്ഷെങ്കിൽ പല ജില്ലകളിലും വില്ലേജുകളുണ്ട്, ഗ്രാമപ്രദേശങ്ങളുണ്ട്. അങ്ങനെയുള്ള വളരെ ദരിദ്രമായ, അതിദരിദ്ര വിമുക്ത കേരളമൊന്നുമല്ല നമ്മളുടെ, എനിക്ക് തോന്നുന്നു. ഒരു വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഈ പലിശ അത് വെച്ച് എന്തോരം കുട്ടികൾക്ക് അവിടെ പുസ്തകം മേടിക്കാൻ കഴിവില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ഗ്രാമം കണ്ടുപിടിക്കുക, അവിടെ ഒരു ട്രസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ട് ജനങ്ങൾക്ക് അത് അവരുടെ കയ്യിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനങ്ങളൊക്കെ ഇപ്പോൾ ഒരു ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു ലക്ഷങ്ങളൊന്നും അവർക്ക് ലോൺ വേണ്ട. പക്ഷേ ബാങ്കിലേക്കൊക്കെ ചെന്നാൽ അവർക്ക് കിട്ടുകയില്ല. അവർക്ക് ആവശ്യമുള്ളത് ഒരു 5,000 രൂപയോ 10,000 രൂപയൊക്കെ ആയിരിക്കും. അവർക്ക് അവിടെ ബ്ലഡ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ സ്വർണ്ണവും ഒന്നും കാണുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഇയാളുടെ ഈ അദ്ദേഹത്തിൻ്റെ പേരിൽ ജനങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന വിധത്തിലുള്ള EMI-യിലായിട്ട് അതൊക്കെ തിരിച്ചു വാങ്ങിക്കണം. വെറുതെ സൗജന്യമായിട്ടൊന്നുമല്ല കൊടുക്കേണ്ടത്. അങ്ങനെ പല ഗ്രാമങ്ങളിലും ബേസിക് ഫെസിലിറ്റീസ് പോലും ഇല്ലാത്ത ഗ്രാമങ്ങളുണ്ട്. അങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് അതൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് ജനങ്ങൾക്ക് പറ്റിയ വിധത്തിൽ അവർക്ക് സഹായിക്കാൻ പറ്റും. പിന്നീട് എനിക്ക് തോന്നുന്നത് ഈ PHSC വഴിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. അതാണ് ഞാനിപ്പോൾ അടുത്തതായി പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ വില്ലേജുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഒന്നും ഇല്ല. ഇപ്പം ടൗണുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിറ്റ്നസ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ ആൾക്കാർ പോയി അവരുടെ ബോഡിക്ക് ജിമ്മിലൊക്കെ പോകാറുമൊക്കെ ഉണ്ട്. പക്ഷേ ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. ഇന്ന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഇന്ന് അവരുടെ ആരോഗ്യാവസ്ഥ എന്താണ്? അവർക്ക് നടക്കാൻ വയ്യ, ഒരു കൈവേദന, കാലുവേദന എല്ലാമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന്, അവരുടെ മസിലുകളുടെ ബലക്കുറവാണ്. അപ്പോൾ ഇത് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെ നേരെയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു വില്ലേജ് ലെവലിലുള്ള സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഒന്നും അതിന് പോകാൻ സാധ്യതയില്ല, ഒരു പോകുകയില്ല. അപ്പോൾ ജനങ്ങളുടെ ഒരു ഉന്നമനത്തെ അവരുടെ ആരോഗ്യത്തെ കണക്കിലെടുത്ത് ഈ PHSC ഒക്കെ കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള ഫിറ്റ്നസ് സെൻറ്റേഴ്സുകൾ തുടങ്ങുക. ഇപ്പം നമുക്കറിയാമല്ലോ, ചൈന, ഇപ്പം നമ്മളിവിടെ വളരെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നമ്മൾ പണിതിടുന്നുണ്ട്. പക്ഷേ ചൈനയിലൊക്കെ ആശുപത്രികളൊക്കെ കുറവാണ്. അവർ ജനങ്ങളുടെ ഈ പാർക്കിംഗ് ഏരിയയിൽ പാർക്കുകളിൽ അല്ലെങ്കിൽ നടപ്പാതകളിൽ, റെസിഡൻഷ്യൽ ഏരിയയിൽ, ബസ് സ്റ്റാൻഡുകളിൽ ഇവിടെയൊക്കെ അവർ ഫിറ്റ്നസ് സെൻറ്റേഴ്സാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്.
അതുകൊണ്ടാണ് അവിടേക്കുള്ള ആൾക്കാർക്ക് ആരോഗ്യമുള്ളത്. അതൊക്കെ വെച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഒരു 50 വയസ്സ് 55 വയസ്സൊക്കെ ആകുമ്പോഴേ എല്ലാവരും ചുരുണ്ട് കൂടി എവിടെയെങ്കിലും ഒക്കെ കയറി കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫിറ്റ്നസ് സെൻറ്റേഴ്സുകൾ ഉണ്ടാക്കിയിടുക. അത് PHSയിൽ അർപ്പിച്ചുകൊണ്ട് നിസ്സാര ഫീസൊക്കെ ഏർപ്പെടുത്തി അതൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. പിന്നീടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് ഡയഗ്നോസിസ് ഇപ്പം നമുക്കറിയാം. നമ്മുടെ ഇന്നസെൻ്റ് മരിച്ചുപോയ ഇന്നസെൻ്റ് അദ്ദേഹം MP ആയിരുന്ന കാലത്ത് ചാലക്കുടിയുടെയൊക്കെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ മാമോഗ്രാം ചെയ്യുന്നതിനുള്ള ഡയഗ്നോസിസ് സെൻറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകൾക്കായിട്ട്. അത് വളരെ പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യമായിട്ടും അല്ലാത്തവർക്ക് കുറച്ച് ഫീസ് മേടിച്ചുകൊണ്ടുമാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തുമാത്രം സ്ത്രീകൾക്ക് അത് ഉപകാരപ്രദമായിട്ടുണ്ട്. ഇന്നത് അവിടെ വന്ന സർവീസ് എടുക്കുന്ന ഓരോ സ്ത്രീയും ചിന്തിക്കുകയല്ലേ, ആ മനുഷ്യനെ കുറിച്ച് ഓർക്കിയാൽ. ഇന്നും നമ്മൾ ഇന്നസെൻറ്റിൻ്റെ ഒരു എന്തെങ്കിലും കാണാത്തൊരു സിനിമയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാത്തൊരു ദിവസം ഇന്ന് ഒരു മലയാളിക്കും കാണുകയില്ല. അത്രയും ആ മനുഷ്യൻ വളരെയധികം ജനങ്ങളുടെ ഇടയിലും വളരെ അധികം നിന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അയാളത് അന്നങ്ങനെ അദ്ദേഹം അങ്ങനെ ചെയ്തു പോയത് കൊണ്ട് ഇന്ന് അത് വളരെയധികം ആൾക്കാർക്ക് അത് ഉപകാരപ്രദമാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. പ്രത്യേകിച്ച് ഈ വില്ലേജ് ഏരിയകളിലാണ് സ്ത്രീകളെ പെട്ടെന്നൊന്നും ഇതിന് ഇറങ്ങി അവർ പുറപ്പെടുകയില്ല. അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ, അവരുടെ അടുത്ത് പൈസയോ കാര്യങ്ങളോ ഒന്നും കാണുകയില്ല. അതുകൊണ്ട് അവരിതിനെ ഇറങ്ങി പുറപ്പെടുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വില്ലേജ് ഏരിയകളിൽ ചെയ്യുക. അതുപോലെ തന്നെ വില്ലേജ് ഏരിയകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ അറിയാം, അവിടെ കുട്ടികൾക്ക് പോഷകാഹാരക്കുറവുള്ള കുട്ടികളുണ്ട്, ഗർഭിണികളായ സ്ത്രീകളുണ്ട്, അവർക്ക് പോഷകാഹാരക്കുറവുള്ള സ്ത്രീകൾ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം ഇപ്പോൾ ഒരു സ്മാരകം പണിത് ഒരു സ്ഥലത്ത് നമ്മൾ പലയിടത്തും സ്മാരകങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം റോഡിലൊക്കെ ഒരു സ്റ്റാച്ചു ഒക്കെ പണിതിട്ടാലുള്ള അവസ്ഥ എന്താണ്? കുറേ കഴിയുമ്പോൾ കുറേ പക്ഷികൾ വന്ന് അതിൻ്റെ മുകളിൽ വന്നിരുന്ന് അവർ കാഷ്ടിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു തറ കെട്ടിയിട്ടുണ്ടായിരിക്കും. ആ തറയിൽ കുറേ ആൾക്കാരിരുന്ന് വരിയെ പോകുന്നവരെ നോക്കി അവർ നോക്കിയിരിക്കും. ഇപ്പോൾ സലീം കുമാറെങ്ങാനും പറയുമോ, എൻ്റെ കാക്കയ്ക്ക് ഇരിക്കാനായിട്ട് എൻ്റെ തല കൊടുക്കരുതേ എന്ന് അദ്ദേഹം പറയും. ഒരു സ്മാരകം ഉണ്ടാക്കി അല്ലാതെ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടാലും ആദ്യമൊക്കെ അത് ശ്രദ്ധിക്കും. കുറേ കഴിയുമ്പോൾ അത് പാമ്പും കയറി അത് കാട് പിടിച്ച് അതങ്ങനെ അങ്ങ് നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിടുകയാണെങ്കിൽ എന്നും ജനങ്ങളുടെ മനസ്സിൽ ആ മനുഷ്യൻ ഒരു മായാത്ത ഒരു വ്യക്തിയായിട്ട് നിലകൊള്ളുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം ചെയ്തത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അവരിങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നതെങ്കിൽ എന്തായിരുന്നേനെ ഇവിടുത്തെ പുകിൽ. അയ്യോ, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് എതിരായിട്ടൊന്നും അല്ല പറഞ്ഞത്. നമ്മളെല്ലാ കലാകാരന്മാരെയും അവർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇങ്ങനെ ഒരു അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് അവരുടെ പേരിൽ എന്നും അവർ ആദരിക്കത്തക്ക വിധത്തിൽ, എന്നും ഓർത്തിരിക്കത്തക്ക വിധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവിഷ്കരിക്കുകയാണെങ്കിൽ അവർ ജനഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കും. ഓക്കെ, താങ്ക് യു.